ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മധുരപലഹാരമാണ് കേട്ടോ, ബാദുഷ. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ മാവ് എടുത്ത് വെച്ചിരിക്കുന്നത് ഈ കപ്പിൽ ഒരു കപ്പാട്ടോ മാവ് എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ അതേ കപ്പിൽ അളവിൽ തന്നെ 3/4 കപ്പോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ 2 സ്പൂൺ തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പാൽ 2 സ്പൂണ്. പിന്നെ നെയ്യ് 1 സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിക്ക് വേണ്ട ആവശ്യമായ സാധനങ്ങൾ. പിന്നെ വേണം ബേക്കിംഗ് സോഡയും വേണം, പിന്നെ ഉപ്പ് 1 നുള്ളു വേണം കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് എടുക്കാം. ഇപ്പോൾ നമുക്കിതിലേക്ക് ഈ തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഈ നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് ഇങ്ങനെ നമ്മളിങ്ങനെ കുഴച്ച് നോക്കിയിട്ട് അതിന് പാകത്തിന് നോക്കിയിട്ട് പാല് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എന്തിനും 3 സ്പൂൺ, ചെറിയ ടീസ്പൂണിൽ 3 സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നമുക്ക് 1 നുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം, അത് 1 നുള്ളി ഇട്ട് കൊടുത്തുള്ളൂ കേട്ടോ. ഇനി നമുക്കിതെല്ലാം പടി ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് കുഴച്ചെടുക്കണതിനനുസരിച്ച് നമുക്ക് പാകം നോക്കിയിട്ട് പാല് പിന്നെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ പാല് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ കുഴച്ചെടുക്കുന്നത് ചപ്പാത്തി മാവിൻ്റെ അത്ര സോഫ്റ്റ് ആവേണ്ട ആവശ്യമില്ല. അങ്ങനെ പിടിക്കുമ്പോൾ തന്നെ അങ്ങനെ ലെയർ പോലെ കാണണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാകം. അപ്പോൾ അങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് നേരം നിറച്ച് വയ്ക്കാം. അപ്പോൾ ആ സമയം നമുക്കൊന്ന് പഞ്ചസാര ഒന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ നമ്മളങ്ങനെ പഞ്ചസാര ഉരുക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുൾ ഫ്ലെയിമിലിട്ടിട്ടാട്ടോ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തിളച്ച് കിട്ടുന്നവരെ നമ്മളൊന്ന് ഫുൾ ഫ്ലെയിമിൽ തന്നെ വെക്കുക. ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് അതൊന്ന് നമ്മൾ നൂൽ പരുവത്തിൽ ആക്കിയെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പഞ്ചസാര ലൈനിപ്പോൾ കുറച്ച് ഇതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഈ പരിവായാൽ മതി കേട്ടോ. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് അടച്ചു വയ്ക്കാം കേട്ടോ. ഇനി അപ്പോൾ നമ്മളുടെ പഞ്ചസാര ലൈനൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ മാവ് ഓരോ ബൗളാക്കിയിട്ട് പരത്തിയെടുക്കാം. പിന്നെ അധികം വലിയ ബോളെല്ലാം ആയി എടുക്കണില്ല കേട്ടോ. ഈ സൈസിൽ എടുക്കണുള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് ആദ്യം നമുക്ക് ആ ബോളിൻ്റെ ഷേപ്പിലൊന്ന് ആക്കിയെടുക്കാം. നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഇത് നടുവിലൊരു ഹോൾ വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഷേപ്പിൽ നമുക്ക് അങ്ങനെ എല്ലാം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പിന്നെ ഒരു കാര്യം വിട്ടുപോയി, ഞാൻ പഞ്ചസാര ലൈനി ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് 2 ഏലക്കായ പൊടിച്ച് ചേർത്തിരുന്നു കേട്ടോ. അപ്പോൾ അത് ചേർക്കണം നിർബന്ധമൊന്നുമില്ല. അതിൻ്റെ ഫ്ലേവർ ഇഷ്ടപ്പെടുന്നവർക്ക് അതിടാം, അല്ലെങ്കിൽ നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഞാൻ അത് കാണിക്കാൻ മറന്നതാണ്. പിന്നെ നമ്മൾ നെയ്യ് വേണ്ടാത്തവർക്ക് ബട്ടർ വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ ഡാൽഡ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. നെയ്യ് ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. അപ്പോൾ അങ്ങനെ എല്ലാം പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ ഈ അളവിൽ മൈദപ്പൊടി എടുത്തപ്പോൾ
എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് 17 കേട്ടോ ബാദുഷ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കൊന്ന് വറുത്തെടുക്കാം ആദ്യം. ഇപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനത് ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വരട്ടെ. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പം ഈ സമയത്തൊക്കെ നമ്മൾ ഒരു മീഡിയം ഫ്ലെയിം വെച്ചിട്ട് വേണം കേട്ടോ വറുത്തെടുക്കാൻ. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ പുറത്തുള്ള മാവ് വേഗം വെന്ത് ബ്രൗൺ കളറായി പോകും. ഉള്ളിലത്തെ മാവ് വേവാൻ കുറച്ച് വിഷമമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് എപ്പോഴും ഒരേ ഫ്ലെയിമിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ നമ്മളുടെ അങ്ങനെ ആദ്യത്തെ ട്രിപ്പ് അങ്ങനെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ഇപ്പം എല്ലാം വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഓരോന്നായിട്ട് പഞ്ചസാര ലായനിയിൽ ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ പഞ്ചസാര ലായനി ഒന്നും കൂടി ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ ഇതാ ബാദുഷ അങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. കുറേ നേരമായി കുട്ടികൾ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കണം. അപ്പോൾ ഇനി കുട്ടികൾക്കൊക്കെ ഒന്ന് കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ ബൈ, വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.